അസ്സലാമലൈക്കും. അങ്ങനെ 18ാമത്തെ നോമ്പായി. എത്ര പെട്ടെന്നാലേ നോമ്പൊക്കെ കഴിയാനാവണത്. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്നാളാവും. ഇന്നത്തെ വീഡിയോയിൽ പതിവ് പോലെ ഇന്നത്തെ ഫുഡിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോണത്. എല്ലാവരും നോമ്പ് നല്ല ഹൈറായി നടക്കുന്നുണ്ടെന്ന് വിചാരിക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇന്ന് പൊലച്ചക്ക് ഇന്നലത്തെ ചിക്കൻ ഹനീതാണ് കേട്ടോ ഉണ്ടായിരുന്നത്. വൈകുന്നേരം ആയപ്പം എന്താ ഉണ്ടാക്കാന്ന് ഇങ്ങനെ ചിന്തിച്ച് ഫ്രിഡ്ജിൽ ചെക്ക് ചെയ്ത ടൈമിൽ പഫ് പേസ്ട്രീൻ്റെ ഷീറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പം പഫ്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ച്. പിന്നെ കുറച്ച് ഷ്രെഡഡ് ചിക്കനും ഉണ്ടായിരുന്നു. അപ്പം ചിക്കൻ പഫ്സാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടി മസാലക്ക് ഉള്ളി നല്ലോണം വഴറ്റിയെടുത്ത എണ്ണയിൽ ഉള്ളി ഒന്ന് വഴണ്ട് വന്നപ്പം അതിലേക്ക് ചിക്കൻ മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്ത്. ഈ 2 മസാലാസ് മാത്രമേ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അധികം സ്പൈസി ആയിട്ടൊന്നും ഉണ്ടാക്കണില്ല. ഇസൂനും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അത് ഇട്ടിട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് ഉള്ളിയിൽ പിടിക്കണവരെ ഇളക്കി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുത്ത്. ഇത് കൂടുതൽ ഡ്രൈ ആക്കണില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് മസാല റെഡിയാക്കി വെച്ച് ഓൾറെഡി ഒരു വട്ടം മുന്നേ നോമ്പിനൊക്കെ മുന്നായിട്ട് ഞാൻ പഫ്സ് ഉണ്ടാക്കിയതാണ് സ്വീറ്റ്സിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടത് അറിയാം. പക്ഷേ ഈ വട്ടം നന്നായിട്ട് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഡയഗണലി വെച്ചിട്ടാണ് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ മസാല വെച്ചിട്ട് അത് ചെയ്തപ്പം അതത്ര ക്ലിയറൊന്നും ആയില്ല. അപ്പോൾ ആരും ഇത് അങ്ങനെ ആയിട്ട് ഫോളോ ചെയ്യണ്ട. ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു രീതി ഫോളോ ചെയ്യണ്ട. നല്ല രീതിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ഷീറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ 4 സൈഡും കൂടി ഇതിൻ്റെ സെൻറ്ററിലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് കിട്ടും. ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഒന്ന് മാത്രം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ 2 ഷീറ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് പോയി. അതുകൊണ്ട് ഈ 4 എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ അത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഇഡ്ഡലീൻ്റെ ഈ ഒരു തട്ടിൽ കുറച്ച് എണ്ണ ഇതാക്കിയിട്ട് ഞാൻ അതിനെ ചൂടാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓവൻ എടുക്കാനുള്ള മടിയും കൊണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 4 സൈഡ് കണ്ടല്ലോ. ഇങ്ങനെയും ഒരു പപ്സ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്സ് റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിളിമീനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അമ്മച്ചി അത് നന്നായിട്ട് കഴുകി തന്ന് ആ ഒരു ടൈമും കൊണ്ട് ഞാൻ എണ്ണ എടുത്തിട്ട് അതിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് റെഡിയായി വന്നപ്പം അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും അരച്ചത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത്. ഇത് ഏകദേശം ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വഴണ്ടി വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ നിൽക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ല് തന്നെ വരും. ഏകദേശം ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വഴണ്ടി വന്നെന്ന് മനസ്സിലാവുമ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്യേണ്ടത്, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് തീരെ വെള്ളമല്ലല്ലോ. അപ്പം ഞാൻ നേരത്തെ അരച്ച ജാറില്ലേ അതിൽ തന്നെ വെള്ളമാക്കിയിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ അതും കൊണ്ടൊന്ന് ഇളക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കറിക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് പുളിവെള്ളത്തിൻ്റെ എമൗണ്ട് കൂട്ടാം കേട്ടോ. അപ്പം എനിക്ക് വേണ്ട അത്ര വെള്ളം ഞാൻ ആക്കിയിട്ട് അതിനൊന്ന് തിള വന്ന സമയത്ത് അതിലേക്ക് മീനെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം വെച്ച് നന്നായിട്ട് ക്ലീനാക്കി തന്നിട്ടുണ്ടായിരുന്നു മീൻ. അത് ആഡ് ചെയ്തിട്ട് തീരെ ഇളക്കാണ്ട് ഞാൻ
അത് അങ്ങനെ തന്നെ ക്ലോസ് ചെയ്ത് വെക്കുക ചെയ്തത്. മീൻ കറി അധികം ഇളക്കി മറിച്ചിട്ടുണ്ടെങ്കിൽ മീൻ പൊടിഞ്ഞു പോവും. കഴിഞ്ഞ വട്ടത്തെ മിസ്റ്റേക്ക് ഈ വട്ടം ഞാൻ തിരുത്തിയിട്ട് തിളച്ച് വന്നേരം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ആഡ് ചെയ്ത് അതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ച്. മീൻ കറിക്ക് കോമ്പിനേഷനായിട്ട് പൂരിയാണ് ഉണ്ടാക്കിയത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഡോ ഉമ്മമ്മ കുഴച്ച് തന്ന് മൈദയും റവയും പിന്നെ കുറച്ച് ആട്ടപ്പൊടി ഇട്ടിട്ടാണ് കുഴച്ചെടുത്തത്. അങ്ങനെ അത് പരത്തിയെടുത്ത് ഉമ്മച്ചി ചുടുകയും ചെയ്ത്. അങ്ങനെ നോമ്പ് തുറക്കാൻ നേരമായപ്പോഴേക്കും പൂരിയും റെഡി ആയിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കാൻ നേരത്തേക്ക് മുട്ട ബജിയും ചിക്കൻ പക്കോടയും പിന്നെ പഫ്സും ഉണ്ടായിരുന്നു. പിന്നെ ഡ്രിങ്കായിട്ട് ടാങ്കും ഒരു മിൽക്ക് ഷേക്കും സ്ട്രോബെറിൻ്റെ ഉണ്ടായി. പിന്നെ നോമ്പ് തുറന്ന് പൂരിയും കറിയൊക്കെ കഴിച്ച്. അപ്പം അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.